ഹമാസിനെയും ഹിസ്ബുള്ളയെയും പൂർണ്ണമായും തീർത്ത് കെട്ടിയ ശേഷം ഇസ്രായേൽ ഇതാ പുതിയൊരു ദൗത്യത്തിനായി ഇറങ്ങിയിരിക്കുകയാണ്. UN-ലാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ തുറന്ന ഭീഷണി മുഴക്കിയത്. നമുക്കറിയാം, UN എന്ന് പറയുന്ന യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്ന സംഘടന ലോക സമാധാനം പുലരാൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടനയാണ്. ആ സംഘടനയുടെ തലപ്പത്തിൽ നിന്നുകൊണ്ടാണ് ഇസ്രായേൽ ഇപ്പോൾ ഒരു വെല്ലുവിളി, ഒരു ഭീഷണി നടത്തിയിരിക്കുന്നത്. ആ ഭീഷണി മറ്റാർക്കുമെതിരെയല്ല, ഹൂത്തികൾക്കെതിരെയാണ് ആ ഭീഷണി ഇസ്രായേൽ മുഴക്കിയിരിക്കുന്നത്. ഞങ്ങളോട് കളിച്ചാൽ അടുത്തത് നിങ്ങളാണ് ഞങ്ങളുടെ ടാർഗറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, നിങ്ങളെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഞങ്ങൾ തുടച്ചു നീക്കും എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ആ ഭീഷണി എന്ന് പറയുന്നത്. ഹൂത്തികൾ ഇസ്രായേലിന് നേരെ കഴിഞ്ഞ ദിവസം മിസൈൽ വിക്ഷേപണം നടത്തിയിരുന്നു. 2 മിസൈലുകളാണ് അവർ അയച്ചത്. ചരിത്രപരമായിട്ടുള്ള ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. അതായത് ആദ്യമായി അയൺ ഡോമിന് പകരം താഡ് എന്ന് പറയുന്ന മിസൈൽ ഡിഫൻസ് സംവിധാനം ഇസ്രായേൽ ഈ മിസൈലുകൾക്കെതിരെയാണ് ഉപയോഗിച്ചത് എന്നുള്ളത് വേറൊരു കാര്യം. അമേരിക്കയാണ് ഇത് ഇസ്രായേലിന് കൊടുത്തിരിക്കുന്നത്. എന്തായിരുന്നാലും ഇസ്രായേൽ വീണ്ടും ആക്രമിക്കപ്പെട്ടാൽ ഹമാസിനെയും ഹിസ്ബുള്ളയെയും അസദിനെയും പോലെ നിങ്ങളും മണ്ണോട് മൺ ചേരും എന്നാണ് ഇസ്രായേൽ ഹൂത്തികൾക്ക് കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പ്. അമാനിലെ ഭീകരർ കേൾക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത് എന്ന് UN-ലെ ഇസ്രായേൽ അംബാസിഡറായിട്ടുള്ള ഡാനി ഡാനോനാണ് ഇക്കാര്യം ഇസ്രായേലിനോട് പറഞ്ഞിരിക്കുന്നത്. ഇറാൻ പിന്തുണയുള്ള ഹൂത്തികൾ ഹമാസിനെ പിന്തുണയ്ക്കുന്നവരാണ്. ഇവരെല്ലാവരും തന്നെ ഇറാനെ പിന്തുണയ്ക്കുന്ന ആൾക്കാരാണ്. UN സുരക്ഷാ സമിതിയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗമായി ഹാജരായ ഞാൻ പറയുന്നത് വെറും വാക്കല്ല എന്നാണ് ഡാനി ഡാനോൻ പറയുന്നത്. ഹൂത്തികൾക്ക് ശക്തമായിട്ടുള്ള താക്കീത് തന്നെയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. ഇസ്രായേൽ മിഡിൽ ഈസ്റ്റിൽ, മധ്യേഷ്യയിൽ ആണെന്ന കാര്യം ഞങ്ങൾ നിങ്ങളെ നേരിടാൻ പോകുന്ന കാര്യം നോക്കില്ല. ഞങ്ങൾക്ക് മിഡിൽ ഈസ്റ്റും ഞങ്ങൾക്ക് ഭൂമിയിലെ എല്ലാ സ്ഥലവും ഒരുപോലെയാണ്. നിങ്ങൾ എവിടെ ഒളിച്ചിരുന്നാലും ഞങ്ങൾ അവിടെ പറന്നെത്തും. ആക്രമണം നടത്താൻ ഞങ്ങൾക്ക് ത്രാണിയുണ്ട്, അത് നിങ്ങൾക്കറിയാമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ. പോരാത്തതിന് ഇറാന്റെ ഇത്തരത്തിലുള്ള ഒരു നീക്കവും ഞങ്ങൾ സഹിക്കില്ല. അതായത് ഈ ഹൂത്തികൾക്ക് പിന്നിൽ ഇറാനാണ് എന്നാണ് ഇസ്രായേൽ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇറാന്റെ ഒരു നീക്കവും ഞങ്ങൾ വച്ചുപുറപ്പിക്കില്ല എന്ന് പറഞ്ഞ് ഇറാനും ഈ ഒരു ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഗസയിലും വെസ്റ്റ് ബാങ്കിലും ഹമാസിനും സഖ്യകക്ഷികൾക്കും ഉണ്ടായ അതേ അവസ്ഥയാണ് ഹൂത്തികൾക്കും ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് അവർ പറയുന്നത്. ലബനനിലെ ഹിസ്ബുള്ളയും സിറിയയിൽ അസദിനുമുണ്ടായ അവസ്ഥ തന്നെയായിരിക്കും ഹൂത്തികൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. ടെൽ അവീവിൽ അമാനിൽ നിന്ന് തൊടുത്തുവിട്ട മിസൈലുകളാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വെടിവെച്ചിട്ടത്. എന്നാൽ രാജ്യത്തുടനീളം അതീവ ജാഗ്രതാ നിർദ്ദേശം ഇപ്പോഴും ഇസ്രായേൽ നൽകിയിട്ടുണ്ട്. ഈ 2 മിസൈലുകൾ ഒന്ന് ബെൻഗൂറിയൻ വിമാനത്താവളത്തിലാണെന്നും മറ്റൊന്ന് പവർ സ്റ്റേഷൻ ലക്ഷ്യമാക്കി വിക്ഷേപിച്ചതാണെന്നുമാണ് ഹൂത്തികൾ പറയുന്നത്. എന്നാൽ ഇത് 2 വിജയകരമായി തന്നെ ഇസ്രായേൽ തടുത്തിരുന്നു. അതിനുശേഷമാണ് UN-ൽ വന്ന് പരസ്യമായി ഇസ്രായേൽ ഇത്തരത്തിൽ ഒരു വെല്ലുവിളി ഹൂത്തികൾക്ക് നേരെ ഉയർത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഹൂത്തികൾക്ക് എന്ത് സംഭവിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.